ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഞായറാഴ്ച വന്നായിരുന്നു. അച്ഛനമ്മയും മാത്രമല്ല, അളിയനും വന്നു, വൈഫും വന്നായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ അടുത്തുള്ള കായലോട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തിനാ പോയത്? നമ്മൾ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയതാണ്. അത് രസകരമായ ട്രിപ്പായിരുന്നു അല്ലേ? നമ്മൾ ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോയാണ്. കഴിഞ്ഞ ദിവസം ഞാനും നന്ദും കൂടെ എന്തിനാണ് കയാക്കിംഗ് ചെയ്തായിരുന്നു. അപ്പോൾ അതേ കടവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് എല്ലാവരുമായിട്ട് നമ്മളൊരു 7 പേരുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബോട്ടിങ്ങിലാണ് പോയത്. അവിടെ ബോട്ടിങ്ങിന് 1500 ആയത്. 7 പേർക്ക് 1500 രൂപ. 1 മണിക്കൂർ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ കായൽ മൊത്തം കറങ്ങി ചുറ്റി കണ്ടല്ലേ? സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ബോട്ടിങ്ങൊക്കെ ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ ഇടവ, കാപ്പിൽ, പരവൂര്, അയിരൂര് ഈ ഏരിയ മൊത്തം കവർ ചെയ്തല്ലേ. നൈസ് യാത്രയായിരുന്നു. പക്ഷെ ഞാനും ആളിലും ഫ്രണ്ടിലായിരുന്നു. ഫ്രണ്ട് ഇരുന്നവർക്ക് കുഴപ്പമുണ്ട്, നല്ലപോലെ വെള്ളം അടിച്ച് കയറ്റും. ഈ തിരമാല കൂടുതലുള്ള അല്ലെ, നടുക്ക് വരുന്ന സമയത്താണ് തിരമാല കൂടുതലുള്ളത്. പിന്നെ ഞങ്ങള് മോനുണ്ടായിരുന്നു കേട്ടോ. മോനെ ഞാൻ ആദ്യം ഭയങ്കര വാശിയായിരുന്നു, അങ്ങനെ വെള്ളമൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര വിരളിയായിരുന്നു. അവന് ഫോണൊക്കെ കൊടുത്ത് കുറച്ചേരം ഇരുത്തി. എന്നിട്ട് നൈസായിട്ട് നമ്മൾ ഫോൺ മാറ്റിയപ്പോഴത്തേക്ക് മോൻ നല്ലപോലെ ചുറ്റും കാണുന്നത്. കാരണം അവന് ആദ്യമായിട്ട് കാണില്ല വെള്ളമൊക്കെ. അങ്ങനെ വെള്ളവും മരവും ഒക്കെ കണ്ട് അങ്ങനെ കുറച്ചു നേരം ഫോണില്ലാതെ ഇരുന്ന്. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും അങ്ങോട്ട് സംസാരിച്ചു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഈ സൈഡിലൊക്കെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ടാറ്റ് എല്ലാവരും ടാറ്റ തന്നായിരുന്നു. നല്ല രസമായിരുന്നു, നല്ല എൻജോയ്മെന്റ് ഒക്കെ ആയിരുന്നു. പിന്നെ കുറെ സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റി. കുറെ മരങ്ങളല്ലേ, വെറൈറ്റി നമ്മുടെ ഈ വെള്ളത്തിന്റെ സൈഡിലായിട്ട് കിളിക്കുന്ന. പിന്നെ കുറെ തെങ്ങ് അല്ലെ, ഫുള്ള് തെങ്ങായിരുന്നു. എവിടെ നോക്കിയാലും തെങ്ങായിരുന്നു. ഇഷ്ടംപോലെ തെങ്ങുണ്ടായിരുന്നു. കുറെ തെങ്ങിന്റെ മണ്ടയൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. മോന്റെ വയസ്സിൽ ഗൗരവം നോക്കിയേ, ആശം ഭയങ്കര ഗൗരവത്തില്ല, കാറ്റ് നല്ലപോലെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഉപ്പുവെള്ളം ഇടയ്ക്ക് കുഞ്ഞിന്റെ ദേഹത്ത് വീഴുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ, ഇതെന്റെ ചേട്ടനാണ് കേട്ടോ, ഇതെന്റെ ചേട്ടന്റെ വൈഫാണ്, പിന്നെ ഇതെന്റെ അമ്മയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഇതെന്റെ അച്ഛൻ. പിന്നെ ബാക്കി ഇരിക്കുന്ന നമ്മുടെ ഈ ബോട്ട് സർവീസിന്റെ ആളാണ്. ആ ചേട്ടൻ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ മതിലോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെയൊക്കെ അല്ലേ, അതെല്ലാം കാണിച്ചു തരുന്നത്. മോൻ ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം അതൊക്കെ നോക്കി ഇരുന്നുള്ളൂ കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചെവിയൊക്കെ കുറച്ച് നേരം പൊത്തി പിടിച്ച് കാറ്റുകുള്ള അടിക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ പക്ഷെ എല്ലാം ഇന്ന് കണ്ടോണ്ടിരിക്കുകയാണ് മോൻ. നീ കേട്ടാലും വരുമാ, കേൾക്കാതെ വരമാ, ഇത് പോതുമാ. അപ്പം ഇത് നമ്മുടെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. കാരണം നമുക്ക് കൂടുതൽ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഫ്രണ്ട് ഇരുന്നുകൊണ്ട് തന്നെ വെള്ളം നല്ലപോലെ വന്ന് ഫോണിൻ്റെ അകത്ത് വീഴുന്നുണ്ട്. അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് കേട്ടോ. കാരണം പോയാൽ പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മോൻ ഉറക്കമൊക്കെ വന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ നിർത്തിയിട്ടുണ്ട്. അപ്പം 1 hour നമ്മൾ ആ ജേണി ഉണ്ടായിരുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ. வரைமுறை இல்லை, வதைக்கிறாய் என்னை மெதுவாக.